ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അവർ ഫാമിലി. അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു റെസിപ്പി പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വ്ളോഗായിരുന്നില്ല കുറച്ച് കാലമൊക്കെ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് റെസിപ്പീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വാപ്പിച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ വടയുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയവർ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്ന കാര്യം, ഇത് നമ്മൾ അടപ്പുമല ഉണ്ടാക്കണ മരവർഗ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അത് ഉമ്മച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മക്കളെ വാപ്പിച്ച് ഇതാ ഉരുളി വെച്ചിട്ടുണ്ട് അടപ്പുമേ. എന്നിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നീട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണത്. അങ്ങനെ ഉലുവ ഇട്ടതിൻ്റെ ശേഷം നമ്മളെ മെയിൻ ഐറ്റം സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കാണ്ട് എടുക്കാട്ടെ, ഇളക്കി 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 വായിറ്റി എടുക്കുക. അങ്ങനെ അത് വായിറ്റി വന്നതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഓനിയൻ പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് ആൻഡ് ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നു, ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇളക്കലാണ് മെയിൻ. അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വാപ്പച്ചി. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ ടൊമാറ്റോ, നമ്മുടെ സ്വന്തം തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ തക്കാളി ഇട്ടിട്ട് നന്നായി ഇളക്കി അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. ഇളക്കലാണ് മെയിൻ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളുടെ മാസ്റ്റർ ഷെഫൊക്കെ ഇടുന്ന പോലെ വാപ്പിച്ച് അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സാധാ ഉപ്പല്ല, കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഇളക്കി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളെ പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. അതായത് ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ ആൻഡ് ബീഫ് മസാല പൗഡർ എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക കേട്ടോ മക്കളെ. അപ്പോൾ ഗായ്സ് ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാപ്പിച്ചി എല്ലാം കൂടിയിട്ട് തേച്ചാണ്ട് പിടിപ്പിക്കാൻ ഇളക്കിയിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളുടെ വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ പെപ്പർ, ഇത് മൂന്നും കൂടി പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇളക്കലാണ് മക്കളെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മളെ സ്വന്തം മെയിനായിട്ടുള്ള ഐറ്റം നമ്മളെ ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബീഫ് അതിൽ കിട്ടതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഇളക്കി 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 ആ മസാല ഒക്കെ ബീഫും പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാപ്പിച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അത് പിടിപ്പിക്കുകയാണ് മസാല ബീഫുമേ, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഗായ്സ്. ഇളക്കലാണ് മെയിൻ. അങ്ങനെ ഇതാ എല്ലാം തേച്ച് വാപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് മൂടി വെക്കാം നമ്മൾ കേട്ടോ, നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് എന്തൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായി തിളച്ചാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബീഫ്. അങ്ങനെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് തൈരാണ് കേട്ടോ ഗായ്സ്. ഒരു ഗ്ലാസ് തൈരാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അങ്ങനെ വാപ്പിച്ചിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇളക്കി കൊടുക്കുക കേട്ടോ ഗായ്സ്. ഇളക്കലാണ് മെയിൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, കാരണം അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നന്നായി ഇളക്കാം കേട്ടോ, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ലേശം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ മല്ലിയില ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇളക്കി കൊടുക്കാം കേട്ടോ ഗായ്സ്. അപ്പോൾ വാപ്പിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് ആയപ്പോൾ എന്നെ വാപ്പിച്ച് വിളിച്ച് കൊടുന്നിട്ട് എന്നോട് പറയുകയാണ് അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മല്ലിയില കഴിയാനായി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നൈസായിട്ട് വന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഗായ്സ്. ഇനി അടുത്തത് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മളുടെ സംഭവം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ബീഫ് വരട്ടി ചെയ്തിട്ടോ നല്ല അടിപൊളി ആയിട്ടില്ലേ ഗായ്സ്. അപ്പോൾ ഇതായിരുന്നു ഉച്ചക്കൽക്ക് ഉണ്ടായിരുന്ന സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഞാൻ കഴിക്കണ ഒരു ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും കച്ചമ്പറും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.